Dear students, welcome to the next video lecture on circuits and networks. I am Deepak Vidya from Vidya Academy of Science and Technology. In this video, I will be explaining some of the problems related to solution of RL, RC and RLC circuit using sinusoidal with sinusoidal excitation using Laplace transform. Actually, നിങ്ങളുടെ മൊഡ്യൂൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ സെക്കൻഡ് പാർട്ടിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടൈം കോൺസ്റ്റൻറ്റ്, കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് RL, RC ആൻഡ് RLC സർക്യൂട്ട് വിത്ത് സിനുസോയിഡൽ എക്സൈറ്റേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഡാമ്പിംഗ് റേഷ്യോ, ഓവർ ഡാംഡ്, അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ് ആൻഡ് അൺഡാംഡ് RLC സർക്യൂട്ട്. ഈ ഓവർ ഡാംഡ്, അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ് ആൻഡ് അൺഡാംഡ് RLC സർക്യൂട്ട്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് നമ്മുടെ RLC സീരീസ് സർക്യൂട്ടിൻ്റെയും RLC പാരലൽ സർക്യൂട്ടിൻ്റെയും ഡെറിവേഷൻ മൊഡ്യൂൾ 2ൽ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തിലും വരിക. നമ്മുടെ RLC ഏത് സർക്യൂട്ടിലാണെങ്കിലും സിനുസോയിഡൽ എക്സൈറ്റേഷനിലാണെങ്കിലും ഈ ഡാമ്പിംഗ് റേഷ്യോയുടെ ഡെഫിനിഷനിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം എന്താണ്, അണ്ടർ ഡാംഡ് സിസ്റ്റമാണ്, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ ഈ പോർഷൻ ഇത്രയും ഭാഗം കവർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അത് സീരീസ് RLCയുടെ ഡെറിവേഷനിലാണെങ്കിൽ അതേപോലെ പാരലൽ RLC സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് ഓവർ ഡാംഡ് സിസ്റ്റം, എന്താണ് അണ്ടർ ഡാംഡ് സിസ്റ്റം, എന്താണ് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം എന്നൊക്കെ ഡാമ്പിംഗ് റേഷ്യോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടൈം കോൺസ്റ്റൻറ്റും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ പാർട്ടിൽ ശരിക്കും നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണ്? സൊല്യൂഷൻ ഓഫ് RL, RC ആൻഡ് RLC സർക്യൂട്ട് വിത്ത് സിനുസോയിഡൽ എക്സൈറ്റേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് അവർ സോഴ്സ് ഈസ് സിനുസോയിഡൽ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ AC സോഴ്സ്. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലത്തിലെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു AC സോഴ്സാണ്. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് ഒരു RL ലോഡാവാം, RC ലോഡാവാം, RLC ലോഡാവാം. ഓക്കെ, ഇത് ഏതാണെങ്കിലും നമുക്ക് ചെയ്യാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ച് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെ പ്രോബ്ലംസ് ചെയ്യാം എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ പോർഷനിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, യൂണിവേഴ്സിറ്റി ആയാലും എക്സ്പെക്റ്റ് ചെയ്യുന്നതും അത് തന്നെയുള്ളൂ. ഒരു AC സർക്യൂട്ടിൽ ട്രാൻസിഷൻസ് എങ്ങനെയായിരിക്കും, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻസ് എങ്ങനെ, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം മാത്രമായിരിക്കും യൂണിവേഴ്സിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിക്കാറില്ല സിനുസോയിഡൽ എക്സൈറ്റേഷൻ വരുന്നത്. ഇനി ചോദിച്ചാലും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പോർഷനിൽ. ആ പോർഷനിലുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പല ഭാഗത്തായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് എന്ന് പറയുന്നത്, ഇത്രയും ഭാഗത്തെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത് എന്താണ്? ഈ സിനുസോയിഡൽ എക്സൈറ്റേഷൻ, AC എക്സൈറ്റേഷൻ വരുമ്പോൾ എങ്ങനെയാണ് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ പലപ്പോഴും നമുക്ക് ഇനി ഹയർ സെമിസ്റ്ററിലാണെങ്കിലും ഇപ്പോൾ പവർ സിസ്റ്റം എന്ന പേപ്പറുണ്ട്. ആ പേപ്പറിലൊക്കെ നമുക്ക് ഈ ട്രാൻസിഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പോഴും ഈ ACയിലുള്ള ട്രാൻസിഷൻസിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാതെയാണ്. എന്നുവെച്ചാൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ACയിലും ട്രാൻസിഷൻസ് ഉണ്ടാവും, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ACയിലുള്ള ട്രാൻസിഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും, പ്രോപ്പറായിട്ടുള്ള സ്വിച്ചിങ് ആക്ഷനൂടെ. അതൊക്കെ നിങ്ങൾ ഹയർ സെമിസ്റ്ററിൽ പഠിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ AC ട്രാൻസിഷൻസിൻ്റെ പ്രോബ്ലംസ് അധികം നമുക്ക് എവിടെയായാലും ഏത് എക്സാമിനായാലും അധികം ചോദിക്കാത്തത്. ഇനി ചോദിച്ചാലും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അതാണ് ഈ വീഡിയോയിലെ കണ്ടൻറ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റത്തെ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ കറൻറ്റ് I of t when the switch is closed at t is equal to 0. t is equal to 0 എന്ന് പറയുന്ന സമയത്ത്, അതായത് t is equal to 0 എന്ത് ചെയ്തു? ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്വിച്ചിങ് ആക്ഷനാണ്. സ്വിച്ചിങ് ആക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എപ്പോഴും എന്തുണ്ടാവും? ട്രാൻസിഷൻസ് ഉണ്ടാവും. സോ ആ ട്രാൻസിഷൻസ് എങ്ങനെയായിരിക്കും? ആ ട്രാൻസിഷൻ കറണ്ട്, ആ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം, ഇത് RL സർക്യൂട്ടാണ്. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, Rഉം Lഉം ചേർന്നിട്ടുള്ള ഒരു RL സർക്യൂട്ടാണ്. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ, ഇവിടെ ഒരു സിനുസോയിഡലാണ്. അതിൻ്റെ വാല്യൂ, മാക്സിമം വാല്യൂ 50 ആയിട്ടുള്ള ഒരു വോൾട്ടേജ് വേവാണ് കാണിച്ചിരിക്കുന്നത്. സൈൻ
25t ഒമേഗ ടി എന്നാണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര 25 ആണ്. സോ നമ്മുടെ സപ്ലൈയുടെ ഫ്രീക്വൻസി ഒക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സോ നമ്മുടെ ഒരു RL സർക്യൂട്ടാണ്. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിനുസോഡൽ സോഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ ഒരു സർക്യൂട്ട് നമുക്ക് IOT ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ കിട്ടും. ആ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായിരിക്കും നോക്കാം. എന്താണ്, ഇതാണ്. ഓക്കെ, 50 sin 25t വിൽ ബി ഈക്വൽ ടു, ഇവിടുത്തെ നോർമലി പറയുന്ന പോലെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് 10 ohm ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ 5 Henry. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ 10 ohമിൽ കൂടെ10 ohമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി 10 into I of t and the voltage across the inductor will be L into di by dt. L means Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ് ആൻഡ് di by dt. ഓക്കെ, സോ നമ്മൾ KVL ഇക്വേഷൻസ് എഴുതി. ഇനി എന്ത് ചെയ്യണം, ജസ്റ്റ് KVL ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ RLC സീരീസ് ആണെങ്കിലും RLC പാരലൽ ആണെങ്കിലും, RLC പാരലൽ നമ്മൾ KCL ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, KVL എഴുതി ആ കിട്ടിയ KVL ഇക്വേഷൻ എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നുമില്ല. മിക്കവാറും സിനുസോയിഡൽ എക്സൈറ്റേഷൻ വരുന്ന കേസിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായാലും ഇതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. സോ KVL എഴുതി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ഇക്വേഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുക, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. സോ ഇവിടെ 50 into sin ഒമേഗ ടി അല്ലെങ്കിൽ sin 25t ആണ്. 50 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ സൈൻ 25t എന്തായിരിക്കും, 25 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ വരും. ദെൻ 10 into I of t, 10 കോൺസ്റ്റൻ്റ് ആണ്. I of ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം I of s ആൻഡ് 5 into di by dt. ശരിക്കും di by dt-യുടെ എന്തായിരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം, s into I of s മൈനസ് I of 0 എന്നാണ്. ഞാൻ പറഞ്ഞു ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ല. ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ ആ ഇനീഷ്യൽ കണ്ടീഷൻ്റെ ടേം വേണ്ട. അപ്പോൾ s into I of 0 എന്ന് മാത്രമാവും. ഓക്കെ, 5 into s into I of 0 എന്നായിരിക്കും. സോ ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, KVL ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ പറഞ്ഞു 50 കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു, ബാക്കി 25 ബൈ എസ് സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ. സൈൻ ഒമേഗ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എന്താണ്, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അത് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ടേം കിട്ടിയത്. ദെൻ 10 into I of ടിയുടെ എന്താണ്, 10 into I of s, 5 into di by dt-യുടെ 5 into s into I of s. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ s into I of s മൈനസ് I of 0 എന്നുണ്ട്. ആ I of 0 ഇവിടെ ഇല്ല, കാരണം ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ല. ഇനീഷ്യൽ കണ്ടീഷൻ്റെ കേസൊന്നും പറഞ്ഞിട്ടില്ല. ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ടേമും കൂടി വരും എന്ന് മാത്രം. ഓക്കെ, സോ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ I of s-ൻ്റെ ടേമുകളുണ്ട്. I of s ഒരുമിച്ചെടുത്തു. ബാക്കിയുള്ള എന്താണ് 10 പ്ലസ് 5s ആണ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I of t ആണ്. സോ ഈ ഇക്വേഷനിൽ തന്നെ എന്തുണ്ട്, I of s ഉണ്ട്. സോ I of s റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം, I of s ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ കിട്ടും 1250 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 625. 25 സ്ക്വയർ ആണ് 625 ഇൻറ്റു 10 പ്ലസ് 5s. അതിനെ ഒന്നും കൂടി എന്ത് ചെയ്യുക, നമ്മുടെ റിക്വയർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാം. ഓക്കെ, ആ ഫോം വരുന്ന രീതിയിലേക്ക് ആക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ പ്ലസ് ഒരു 625 വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 625 എന്ന് പറയുന്നത് എന്താ, 25 സ്ക്വയറാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇപ്പോൾ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഒക്കെ വരുന്ന ഫങ്ഷൻസിൻ്റെ ഇൻവേഴ്സ് കാണാൻ നമുക്കറിയാം. അതേപോലെ ഈ ടേം നോക്കുക, ഈ ടേമിൽ 10 പ്ലസ് 5s എന്നാണ്. അതിൽ നിന്ന് ആ 5 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എസ് പ്ലസ് 2 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ എസ് പ്ലസ് 2 വന്നത്. ആ 5ഉം പുറത്തേക്ക് എടുത്ത 5ഉം 1250 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 250 കിട്ടും. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് നമുക്കിങ്ങനെ ഈ ഫോമിലേക്ക് ആക്കാം. ഈ ഫോമിലേക്ക് ആക്കിയത് ഈ ഡിനോമിനേറ്ററുകളുടെ നമ്മുടെ അവൈലബിൾ, നമുക്ക് ചില ഫങ്ഷൻസിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ഫങ്ഷൻസിൻ്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഓക്കെ, അതായത് ഇത്രേ പറഞ്ഞുള്ളൂ. 1/s പ്ലസ് എ ഫോം. ഈ 1/s പ്ലസ് എയുടെ ഇൻവേഴ്സ് നമുക്കറിയാം e⁻⁻80 ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ s+2 കിടക്കുന്നത്, അതിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഫോമിലേക്ക് ആക്കാൻ പറ്റും പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട്. അതേപോലെ ഇവിടെ അടുത്തൊരു ടേം ഉണ്ട്, അത് കിടക്കുന്നത് എന്താണ്, ഇപ്പോൾ സപ്പോസ് ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ കണ്ടോ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഫോം ഉണ്ട്. ആ ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ
നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് കാണാൻ പറ്റുന്നത് എന്തൊക്കെ ഫംഗ്ഷൻ്റെ ഫോമിലാണോ ആ ഫംഗ്ഷൻ്റെ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. സോ എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക? പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഡിനോമിനേറ്ററിൽ നോക്കുക, എസ് സ്ക്വയർ പ്ലസ് എ അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് ബി ഫോമിലൊരു ടേം ഉണ്ട്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടേം വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ന്യൂമറേറ്ററിൽ എ എസ് പ്ലസ് ബി എന്ന് എഴുതും, പ്ലസ് സി ബൈ എസ് പ്ലസ് 2 ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ വേണം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ. പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മുമ്പൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർഷ്യൽ ഫ്രാക്ഷൻ അറിയാത്തവരൊക്കെ അത് കണ്ടിട്ട് ഇത് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഇതിലാകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 250 ഈക്വൽ ടു ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഡിനോമിനേറ്റർ രണ്ട് ടേമിനും വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, എസ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റുകൾ ഉണ്ടാവാം, എസിൻ്റെ കോഫിഷ്യൻറ്റുകൾ ഉണ്ടാവാം, എസ് റൈസ് ടു 0ൻ്റെ കോഫിഷ്യൻറ്റുകൾ ഉണ്ടാവാം. അത് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് കഴിയും, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കും. സോ എയുടെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്, ഈ വാല്യൂ ആണ്, ബിയുടെ വാല്യൂ ഇതാണ്, സിയുടെ വാല്യൂ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ ഈ ഒരു ടേമിൻ്റെ നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് 1/s+2 ഫോമിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ 1/s+a ഫോമിലാണ്. 1/s+യുടെ ഇൻവേഴ്സ് e⁻⁻at ആണെന്ന് നമുക്കറിയാം. സോ ആ ടേമിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ നമുക്ക് ഡയറക്റ്റായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, രണ്ട് ടേം, ഇതൊരു ടേമാക്കി, അടുത്തത് ഇതൊരു ടേമാക്കി, രണ്ട് ടേമാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഇനി നോക്കാം, ഇവിടെ ഇത് വരുന്നത് നോക്കുക, ന്യൂമറേറ്ററിൽ ഒരു കോൺസ്റ്റൻറ്റ്, ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഫോമില. ഒമേഗ എന്ന് പറയുന്നത് എന്താ, 25 സ്ക്വയറാണ് ആ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ മുകളിലൊരു 25 കൂടി വരികയാണെങ്കിൽ എന്ത് വരും, 25 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ, അല്ലെങ്കിൽ ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഫോം ആവും. അതിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം എന്തായിരിക്കും, നമ്മുടെ സൈൻ ഒമേഗ ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ന്യൂമറേറ്ററിൽ ഒരു എസ്സും കിടക്കുന്നുണ്ട്. അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 25 സ്ക്വയർ ഫോമിലാണ്. അതിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം എന്താണ്, കോസ് 25t ആയിരിക്കും. ഓക്കെ, സോ ഈ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്ത് ചെയ്തത്, ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാ പാർഷ്യൽ ഫ്രാക്ഷൻ ഇൻവേഴ്സിലും ഇങ്ങനത്തെ ടേമുകൾ തന്നെയാണ് വരിക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു 25 വരുത്താൻ വേണ്ടി മുകളിൽ ഒരു 25 കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരണം, ഒരു 25 വരണം. അങ്ങനെയാണ് ഇവിടെ ഒരു 25 വന്നത്. സോ നമ്മൾ അതിനെ വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം. ഓക്കെ, -0.397 കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ള ഈ ടേം, ഏത് ടേം, ഈ ടേമിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കോസ് 25t ആണ്. അങ്ങനെ ഇത് കോസ് 25t വന്നു. ദെൻ സെക്കൻഡിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി 25 ബൈ എസ് സ്ക്വയർ പ്ലസ് 25 സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് എന്താണ്, സൈൻ 25t ആണ്. സോ ആ ടേം വന്നു. ഇവിടെ 0.397 കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ബാക്കി 1/s+2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, e⁻⁻2t ആണ്. സോ നമ്മളെ കറണ്ട് കിട്ടി. സോ ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം, ഏത് സർക്യൂട്ടിലും ഫോളോ ചെയ്യാം. ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും ഫോളോ ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയിൽ ആ I0 എന്ന് പറയുന്ന ടേമും, ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുമ്പോൾ അതിൻ്റെ ഫോർമുലയിൽ I0 എന്ന് പറയുന്ന ടേമും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യണം. പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ ഇതേപോലെ തന്നെയായിരിക്കും എപ്പോഴും വരിക. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു I0/s+2 അങ്ങനെ ഒരു ടേം എക്സ്ട്രാ വരുന്നു മാത്രം. ഇനി വേറെ ഒരു RLC സർക്യൂട്ടിൻ്റെ നോക്കാം. സോ ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് 15 sin 25t ആണ്. നേരത്തെ പോലെ തന്നെ അതെന്താണ്, ഒരു സിനുസോയിഡൽ ഇൻപുട്ടാണ്, ദാറ്റ് മീൻസ് AC ഇൻപുട്ടാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് KVL, സീരീസ് സർക്യൂട്ട് ആണെന്ന് വെച്ചാൽ KVL അപ്ലൈ ചെയ്യും. നമ്മൾ KVL അപ്ലൈ ചെയ്തു. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. എന്താണ്, 50 × sin 25t = ഇവിടുത്തെ വോൾട്ടേജ് 10 × I of t, ദെൻ ഇവിടുത്തെ വോൾട്ടേജ് L × ദാറ്റ് ഈസ് 2 × di/dt, അതാണ് ഈ സെക്കൻഡ് ടേം. ദെൻ ഇവിടുത്തെ വോൾട്ടേജ് 1/c ഇൻറ്റഗ്രൽ IDT എന്ന് നമുക്കറിയാം. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്, 1/c ഇൻറ്റഗ്രൽ IDT ആണ്. ആ 1/c ആണ് ഇവിടെ എന്താ ചെയ്തത്, 1/1/24 കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 1/24 ആണ്, ഇൻറ്റഗ്രൽ I of t dt. ഓക്കെ, ദെൻ ഇതിലും നമ്മൾ എന്ത് ചെയ്യും, ഇനീഷ്യൽ കണ്ടീഷൻ്റെ കേസ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല.
സോ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആയിട്ട് തന്നെ എടുക്കാം. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഇത് നേരത്തെ പ്രോബ്ലത്തിൻ്റെ പോലത്തെ അതേ വാല്യൂ തന്നെയാണ് ഉള്ളത്. സോ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. ഐ ഓഫ് ടിയുടെ ഐ ഓഫ് എസ് 10 തന്നെ. ദെൻ 2 ഇൻറ്റു ഡി ഐ ബൈ ഡി ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എസ് ഇൻറ്റു ഐ ഓഫ് എസ് ആണ്. ദെൻ ഇവിടെ 1/12 നമുക്ക് 12 ആയിട്ട് എടുക്കാം. ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി, ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുമ്പോൾ എസ് ഇൻറ്റു ഐ ഓഫ് എസ് വരും. ഇനീഷ്യൽ കണ്ടീഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് എസ് ഇൻറ്റു ഐ ഓഫ് എസ് എന്നാണ് വരിക. ഓക്കെ, സോ നമ്മൾ ഓരോ ടേമിൻ്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു. നേരത്തെ പോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ ഐ ഓഫ് എസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് കാണാൻ പറ്റുന്ന ഒരു ഫോമുല, പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒന്ന് മാറ്റണം. അതിനെന്ത് ചെയ്യുക? ഇവിടെ ഒരു 12/s എന്ന് പറയുന്ന ടേം ഉണ്ട്. അതിനാദ്യം ആ എസ് ഒന്ന് കളയണം. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇതിൻ്റെ എസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു എസ് വന്നു. ഡിനോമിനേറ്ററിലെ 3 ടേമിനെയും നമ്മൾ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ഒരു ടേം കിട്ടും. ദെൻ ഇതിനൊന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്തു. എന്താണ്? ആ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള 2നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1250 ഡിവൈഡഡ് ബൈ 2 വരും. അങ്ങനെയാണ് ഇവിടെ 625 വന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 റൂട്ട്സുകളാണ്, 3ഉം 2ഉം. അപ്പം അതിൻ്റെ നമുക്ക് എന്ത് എഴുതാം? s+2 ഇൻറ്റു s+3 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെയാണ് RLC സീരീസ് സർക്യൂട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ RLC സീരീസ് സർക്യൂട്ടിൽ ഡാംഡ് സിസ്റ്റംസ് അണ്ടർ ഡാംഡ് പഠിച്ചിട്ടുണ്ട്, ഓവർ ഡാംഡ് പഠിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കലി ഡാംഡ് പഠിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലത്തെ കണ്ടീഷൻസ് നമ്മുടെ R/2L-ഉം 1/√LCയും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് സിസ്റ്റമാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയ റൂട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് -2ഉം -3ഉം ആണ്. അങ്ങനെ വരണമെങ്കിൽ അതെന്തായിരിക്കണം? ഓവർ ഡാംഡ് സിസ്റ്റം ആവണം. ഓക്കെ, ഓവർ ഡാംഡ് സിസ്റ്റം റിയൽ ആണ്, നെഗറ്റീവായിട്ടുള്ള റൂട്ട്സുകളാണ്. അപ്പോൾ ഓവർ ഡാംഡ് സിസ്റ്റത്തിലാണ് അങ്ങനെ വരുള്ളൂ. നമ്മുടെ R/2L-ഉം 1/√LCയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ R/2L വിൽ ബി ഗ്രേറ്റർ ദാൻ 1/√LC. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഓവർ ഡാംഡ് സിസ്റ്റം വരുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് റൂട്ട്സുകൾ എന്തായിരിക്കുള്ളൂ? ഇങ്ങനത്തെ ഈ s+2 ഇൻറ്റു s+3 ഫോമിൽ വരുള്ളൂ. അത് നമ്മളെ സീരീസ് സർക്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർ ഡാംഡ് സിസ്റ്റം. അതും ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം, ഇങ്ങനത്തെ ഒരു s+2 ഇൻറ്റു s+3 ഫോമിൽ കിട്ടിയത്. ചിലപ്പോൾ അത് എന്താവാം? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ വരിക ഒരു ഇതേപോലത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും ഇവിടെ വരിക. ഇതേപോലെ ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് തന്നെ നമ്മൾ സീരീസ് RLC സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ പക്ഷേ നമുക്കിങ്ങനെ ഫ്രാക്ഷൻസ് ആയിട്ട് കിട്ടിയതുണ്ട്. ഓവർ ഡാംഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്രാക്ഷനായിട്ട് കിട്ടി. അതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ AS + B ന്യൂമറേറ്ററിൽ എഴുതും. s+2ന് കറസ്പോണ്ടിങ് ആയിട്ട് C/s+2 + D/s+3 ഫോമിൽ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ ഐ ഓഫ് എസിനെ, ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ആ കിട്ടിയ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് പിന്നെ ഒരു ടെസ്റ്റിലുള്ള പ്രോബ്ലം അല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇതിലത്തെ വാല്യൂസ് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ, സോ ആ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഈ 2 ടേമുകളുടെ ഇൻവേഴ്സ് നമുക്ക് കാണാൻ ഡയറക്റ്റായിട്ട് അറിയാം. ഇവിടെ ഈ ഒരു ടേമിൻ്റെ, ഈ 2 ടേമിൻ്റെ നമുക്ക് ഇൻവേഴ്സ് ഡയറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വീണ്ടും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എന്താക്കി? 2ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ സെക്കൻഡ് ടേമിൽ കണ്ടു നേരത്തെ പോലെ അതേപോലെ തന്നെ വരുന്നു. അടിയിലൊരു 25 സ്ക്വയർ ഉണ്ട്, ന്യൂമറേറ്ററിൽ 25 വരുത്തണം. ഓക്കെ, അങ്ങനെ അപ്പോൾ ന്യൂമറേറ്ററിൽ 25 വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിനോമിനേറ്ററിലും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നേരത്തെ പോലെ ഐ ഓഫ് എസ് എഴുതുക. അതിൻ്റെ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ ഓഫ് ടി കിട്ടും. ഓക്കെ, സോ ഈ മെത്തേഡ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. ഓക്കെ, ഈ സിനുസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ് വരുന്ന അല്ലെങ്കിൽ AC എക്സൈറ്റേഷൻസ് വരുന്ന പ്രോബ്ലംസ് ശരിക്കും DC-യിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. എക്സ്ട്രാ വരുന്ന ടേം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ടേമാണ് എക്സ്ട്രാ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടേമുകളുടെ ഇൻവേഴ്സ് കാണാൻ നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെയും നമ്മൾ പഠിച്ചതുള്ളത് തന്നെയാണ്. സീരീസ് RLC-യിലൊക്കെ ഇങ്ങനത്തെ ടേമുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ വേറെ വ്യത്യാസമൊന്നുമില്ല, ചെയ്യുന്നതൊക്കെ ഇതേപോലെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്,
നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മൊഡ്യൂൾ 3-ൽ ഇതിനെ ഇവിടെ നമ്മൾ KVL എഴുതിയിട്ടാണ് അതിനെ KVL എഴുതി ഇതിൻ്റെ എസ് ഡൊമൈനിലേക്ക് ആക്കുകയാണ് ചെയ്തത്. ഓക്കെ, അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സർക്യൂട്ടിൻ്റെ എസ് ഡൊമൈൻ സർക്യൂട്ട് വരയ്ക്കാം. അത് നമ്മൾ മൊഡ്യൂൾ 3-ലാണ് പഠിക്കുന്നത്. ആ മൊഡ്യൂൾ 3 പഠിച്ചുള്ളവർക്ക് അറിയാം എന്താണ് അതിപ്പോൾ പറയാനുള്ള കാരണം. ഈ മൊഡ്യൂൾ 2-ഉം മൊഡ്യൂൾ 3-യും റിലേറ്റഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ആ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, എസ് ഡൊമൈൻ ഈക്വലൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എസ് ഡൊമൈൻ ഈക്വലൻ്റ് വരയ്ക്കുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടും ഇൻഡക്ടറിനെ S×L ആയിട്ടും കപ്പാസിറ്ററിനെ 1/CS ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് എന്താണ് I(s) ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ നമ്മുടെ വോൾട്ടേജ് സോഴ്സിനെ 50 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു എന്തെന്ന് എഴുതാം 25/S² + 25² ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എസ് ഡൊമൈൻ ഈക്വലൻ്റ് സർക്യൂട്ട് കിട്ടും. അതിലും KVL എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന KVL ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഡെറിവേഷൻസ് I(s) കണ്ടുപിടിക്കലും ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെയാണ്. സോ ട്രാൻസ്ഫോംഡ് നെറ്റ്വർക്ക് വെച്ചിട്ടും എന്ത് ചെയ്യാം, ഇതേ പ്രോബ്ലം ചെയ്യാം. അതിലാകെ ഒരു വ്യത്യാസമുള്ളൂ, എന്താണ് ഇവിടെ KVL എഴുതി അതിനെ എസ് ഡൊമൈനിലേക്ക് ആക്കി. അതിന് പകരം എന്ത് ചെയ്യും, നമ്മൾ ഈ സർക്യൂട്ടിനെ ആദ്യം എസ് ഡൊമൈനിലേക്ക് ആക്കും. എന്നിട്ട് സർക്യൂട്ടിനെ ആദ്യം എസ് ഡൊമൈനിലേക്ക് ആക്കും. അതിനുശേഷം നമ്മൾ KVL അപ്ലൈ ചെയ്യും. എന്നാലും നമ്മുടെ നേരത്തെ രണ്ടാമത് കിട്ടിയ KVL ഇക്വേഷൻ, ഈ KVL ഇക്വേഷൻ്റെ എസ് ഡൊമൈൻ ആയിട്ടുള്ള ഈ KVL ഇക്വേഷൻ തന്നെയാണ് അപ്പോഴും കിട്ടുക. അപ്പോൾ ബാക്കി ഉള്ള സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെയാണ്. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ AC വരുമ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ACയിലെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒന്നും മിക്കവാറും ചോദിക്കില്ല. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇതേപോലെ ഒരു എക്സ്ട്രാ ടേമുകൾ വരുന്നു മാത്രം. പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ ചെയ്യുന്നത് ഇതേപോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.